ഇന്ന് ഞായറാഴ്ചയാണ്. ഇന്ന് ഞങ്ങളുടെ പള്ളിയിൽ പെരുന്നാളാണ്. അപ്പോൾ നമ്മുടെ കൊച്ചിക്കാർക്ക് പെരുന്നാളിന് ബീഫ് വിന്താലും ഇല്ലാണ്ട് എന്താഘോഷം. അപ്പോൾ ഇവിടെ ഇന്ന് വിന്താലും വെക്കുന്നത് ഷൈജാണ് കേട്ടോ. ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതിലിതാ മുരിങ്ങയുടെ തൊലി ഇരിക്കുന്നുണ്ടോ, ഇത് ഇതിൻ്റെ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ആദ്യം പട്ട, കറിയാമ്പൂ, ഏലക്ക, കുരുമുളക്, പെരിഞ്ചീരകം, കടുക് ഇതെല്ലാം കൂടെ ഒന്ന് പൊടിച്ചെടുക്കണം. ഇതിലേക്ക് മുരിങ്ങയുടെ തൊലിയും ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചേർക്കണം. അതിൻ്റെ കൂടെ തന്നെ കറിക്ക് ആവശ്യത്തിനുള്ള കാശ്മീരി മുളക് പൊടിയും ഇത്തിരി ഉപ്പും, പിന്നെ ഇത് അരയ്ക്കേണ്ടത് വിനാഗിരിയിലാണ് കേട്ടോ. കുറച്ച് വിനാഗിരി ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കണം. ആ അരപ്പ് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ബീഫിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കണം. നമ്മുടെ കറിക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയെല്ലാം ഇതിൽ ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കുക്കറിലേക്ക് ഇട്ട് ആ അരപ്പൊക്കെ ഒന്ന് കഴുകി ഒഴിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ ബീഫ് വെന്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് പറ്റിച്ചെടുത്താൽ നമ്മുടെ വിന്താലു റെഡിയായി. അപ്പോൾ ഇതാ ഒരു ഉരുളിയിൽ ഇത്തിരി വറ്റൽമുളകും സവാളയും വേപ്പിലയും കൂടെ ഒന്ന് വഴറ്റിയിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ആ ബീഫും കൂടെ ഇട്ടൊന്ന് പറ്റിച്ചെടുക്കുവാണ്. ഇനിയിപ്പോൾ സവാളയൊന്നും ഇങ്ങനെ വഴറ്റില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, അല്ലാതെ നമുക്ക് പറ്റിച്ചെടുക്കാം. ചില സമയത്ത് നമ്മൾ അങ്ങനെയും ചെയ്യാറുണ്ട്. ഇപ്പോൾ ഇതാ ബീഫിലെ വെള്ളമൊക്കെ പറ്റി നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇതാണ് വിന്താലുവിൻ്റെ ഒരു പരുവം കേട്ടോ. അപ്പോൾ പുളി പോരെങ്കിൽ ഇത്തിരി കൂടെ വിനാഗിരി നമ്മൾ ഇതിനിടയ്ക്ക് ചേർത്ത് കൊടുക്കണം. നല്ല കിടിലൻ ടേസ്റ്റാണ്. അപ്പോൾ ട്രൈ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ചെയ്ത് നോക്കിയോ കേട്ടോ.